ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വഴിപോക്കൻ. നമ്മൾ ഇന്ന് നേരെ കൊല്ലത്തെ എക്സ്പ്രോടെക്കിലോട്ട് പോവാട്ടാ. നമ്മുടെ ഡ്യൂക്ക് സനൽ ബ്രോൻ്റെ RC390 BS3 RC390യുടെ റിവീലിംഗ് ഇന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാട്ടാ. അപ്പോൾ സനൽ ബ്രോയും നമ്മുടെ എക്സ്പൾസിൽ എക്സോസ്റ്റൊക്കെ സെറ്റ് ചെയ്തു. T5ൻ്റെ ബോറപ്പാട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ നോർമലാണ് സെറ്റ് ചെയ്തേക്കുന്നത്, ആള് ബോറപ്പാട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് പോയിട്ട് സൗണ്ടൊക്കെ എങ്ങനെ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നേരെ പോയി നമ്മുടെ RC390യുടെ റിവീലിംഗ് കൂടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പം നമുക്ക് ആദ്യം നേരെ സനൽ ബ്രോൻ്റെ അടുത്തോട്ട് പോവാം. ഗൈസ്, നമ്മളിതാ സനൽ ബ്രോൻ്റെ വീട്ടിലെത്തി കേട്ടോ. സനൽ ബ്രോൻ്റെ NS കൂടെ ഇരിപ്പുണ്ട്. ഇതാട്ടോ നമ്മുടെ നോറിഫോമിയുടെ T5ൻ്റെ ബോറപ്പ് കേട്ടോ. ഇതിൻ്റെ അകത്ത് DV വെച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഇത് ഒന്ന് ഓടിച്ചു നോക്കാം. T5 നോർമൽ ഓടിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എയർ ഫിൽറ്റർ മാറിയെന്ന് അറിയത്തില്ല, ചിലപ്പോൾ എയർ ഫിൽറ്റർ മാറി കാണും. എൻ്റെ പൊന്നോ, ഇത് നല്ല ശബ്ദമാണല്ലോ. അത് ഇതിൻ്റെ അകത്തായോണ്ടായിരിക്കും. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അയ്യോ, അതിൻ്റെ അകത്ത് ഒരുമാതിരി. അയ്യോ, ഇത് നല്ല ലൗഡാട്ടോ. എൻ്റെ പൊന്നോ, ഇത് നല്ല ലൗഡാ. ഇപ്പം ഇതിൻ്റെ അകത്ത് DB ഇല്ല കേട്ടോ. അപ്പം അതും കൂടെ കൊണ്ടാണ്. DB ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സ്മൂത്ത് ആവും. ചെവി തുളച്ചേറത്. അയ്യോ, എൻ്റെ എക്സോസ്റ്റിൽ DB ഇല്ല കേട്ടോ, പക്ഷേ അതിലിത്ര സൗണ്ട് ഇല്ല. എൻ്റെന്നും കാട്ടി നല്ല ബാസുള്ള ശബ്ദം. എൻ്റെ നോർമൽ T5-നൊരു 6000 RPM കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരത്തെ ഒരു ശബ്ദം കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഒരു ശബ്ദം പോലെ തോന്നും കേട്ടോ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് എല്ലാ RPM-ലും കട്ട് ഓഫ് അടിച്ചിട്ട് വരെ ഒരു നൈസ് സ്മൂത്ത് ശബ്ദമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും സൂപ്പർ. ഗൈസ്, നമ്മൾ നേരെ കൊല്ലത്തോട്ട് പോവാട്ടോ. നമ്മൾ ഡ്യൂക്കിലാണ് പോകുന്നത്. ഒരു വണ്ടിയിലായിട്ട് പോവാട്ടോ. അവരുടെ കണ്ണാപ്പിത്തരമൊക്കെ കാണിക്കുന്നത് എന്തിനാണ് എന്തോ. അയ്യോ, എക്സ്പ്ലോയിറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അകത്തൊക്കെ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ്, നമ്മളെ ഡ്യൂക്ക് സനൽ ബ്രോൻ്റെ വണ്ടി ഇതാ റിവീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ RC390. ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലാട്ടോ ഓടി ചെയ്തേക്കുന്നത്. ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കി എന്താ രസം. ഈ മാറ്റ് ഭാഗമൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. വേണ്ട പൊക്കിയോളൂ. വണ്ടി കുറിച്ച് പറയും. കണ്ടീഷൻ വണ്ടിയായിരുന്നു. കാണാൻ കുറച്ച് പൊളിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അത് നമ്മൾ എല്ലാം പക്ക സ്റ്റോക്ക് ലുക്ക് ആക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ എഞ്ചിനടക്കം ഇളക്കി ഫുൾ സ്റ്റോക്ക് അടിച്ച്. അതെ, വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ. സെറ്റ് ചെയ്ത് വണ്ടിയുടെ A to Z എല്ലാം നെറ്റ് പോയിട്ട് മാറ്റി ഒരു ഫ്രഷ് വണ്ടി ഷോറൂമിൽ എങ്ങനെ ഓടിക്കും അതേപോലെ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് പെർഫെക്ഷൻ ഓഫ്. ഇനി ഇത് അഡ്ജസ്റ്റബിൾ ഫോർക്ക് സെറ്റ് ചെയ്യാൻ പോയില്ലേ? ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ ആക്സിൽ ചെറിയ വ്യത്യാസം കാരണം ഇന്നലെ സെറ്റ് ചെയ്യാം. അഡ്ജസ്റ്റബിൾ ഫോർക്ക് നമ്മുടെ Gen 3-ക്ക് വന്ന് അഡ്ജസ്റ്റബിൾ ഫോർക്ക് സെറ്റ് ചെയ്യണം, അഡ്ജസ്റ്റബിൾ റിയർ ഷോക്ക് സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. വീണ്ടും സെറ്റ് ആക്കാൻ പോവാ. മോഡിഫിക്കേഷൻ തീർന്നില്ല. മോഡിഫിക്കേഷൻ അതൊക്കെ വണ്ടിക്ക് വേണം. കാണാവുന്ന മോഡിഫിക്കേഷൻ നമുക്ക് കുറച്ച് ബെനിഫിറ്റ് വണ്ടിക്ക് വേണ്ട കുറച്ച് ബെനിഫിറ്റ് ആഡ് ചെയ്യാനായിട്ട് പോയാണ്. BS3 RC അന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്കിൻ്റെ സൈസ് കുറച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അടുത്തന്നെ അഡ്ജസ്റ്റബിൾ ഫോർക്കും റിയർ ഷോക്കും കയറ്റണം മാറ്റി പക്ക വേറെ ലെവലാ. ഓക്കെ ഗൈസ്, അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് തീർന്നപ്പോഴാണ് ഞാൻ ഓർത്തത് വ്ളോഗ് എടുത്തില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാട്ടോ. മഴയൊക്കെ പെയ്ത് തുടങ്ങി.
സനൽ ബ്രോൻ്റെ ഡ്യൂക്ക് എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മൾ ഈ വണ്ടിയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ പാരിപ്പള്ളി പോയിട്ട് നെക്സ്റ്റ് ഗിയറിൽ എൻ്റെ വണ്ടി വെച്ചേക്കാം കേട്ടോ. ഇനി അവിടെ നിന്ന് ആ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, പിറകുന്ന കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ RCയുടെ നൈസ് ശബ്ദം, നല്ല അടിപൊളി ശബ്ദം. വണ്ടി നല്ല പുത്തം പോലെ ആയ കേട്ടോ. പുതിയൊരു ഷോറൂമിൽ നിന്ന് എങ്ങനെ വണ്ടി ഇറക്കുന്ന അതേപോലെ ഇരിക്കുന്നു. നൈസ് ഗൈസ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഗിയറിൽ എത്തി കേട്ടോ. സനൽ ബ്രോ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ. സനൽ ബ്രോ ഓക്കെ, ടാറ്റ ബൈ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുന്നതോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണുകൾ അമർത്തേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം.